ഹലോ ഗൈസ്, ഞാൻ പ്രേമ ഹരിദാസ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് എൻ്റെ വഴുതനങ്ങ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വഴുതനങ്ങ നട്ടിട്ടും അതൊന്നും കായേ പിടിക്കുന്നേയില്ല. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതെല്ലാം വെറുതെ നാശമായി പോയി. പിന്നെ കുറച്ചങ്ങനെ വീണ്ടും അത് ചെയ്തിട്ട് നശിച്ചു പോയാലും പിന്നെയും ഞാൻ ചെയ്തുകൊണ്ടേ ഇരുന്നപ്പോഴാണ് സക്സസ് ആയത്. നമ്മളത് വിട്ടുപോയതാണെങ്കിൽ അങ്ങനെ പോകും. കുറേ കൃഷിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൈപ്പയ്ക്ക, പിന്നെന്താണ് വെള്ളരിക്ക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കോവയ്ക്കുണ്ട്, പിന്നെ പീച്ചിങ്ങയുണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ട്. അപ്പോൾ ഈ വഴുതനങ്ങ തൈ മാത്രമേ എനിക്ക് വെച്ചിട്ട് വരുന്നതേ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഒന്ന് കറക്റ്റായിട്ട് അതിന് പരിചയമായിട്ട് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് വന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നീല വഴുതനങ്ങയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എത്ര നട്ടിനും പിടിക്കാതെ വന്നതാണ്. നല്ല ഭംഗിയില്ല കാണാൻ. വയലറ്റ് കളറിൽ നിറയെ പൂവുണ്ട്, കണ്ടില്ലേ. ഇതിന് നല്ല പരിചരണം കൊടുത്താൽ തന്നെ, നല്ല സൂര്യപ്രകാശം കൊണ്ട് കൊടുത്താൽ തന്നെ ഇത് നന്നായി വളരും. ഇതിനടുത്തത് വെള്ള വഴുതനങ്ങ. ഇത് കണ്ടോ, വെള്ള വഴുതനങ്ങ. ഇത് വെറും കോല് മാത്രമായിട്ട് നിന്ന ചെടിയാണ്. 2 ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നാണത്. അത് കണ്ടോ, അതിൽ വന്ന കായ് കണ്ടില്ലേ. നല്ലോണം സൂര്യപ്രകാശമൊക്കെ കിട്ടിയപ്പോൾ അതിനെ നന്നായി ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇത് നന്നായി പൂക്കാനും കായ്ക്കാനും തുടങ്ങിയതിൽ. കായുണ്ട്, എത്ര വലിയ കായാണ് നോക്കിയതാ. കണ്ടോ, ഇത്രയുണ്ട്. കണ്ടോ, എൻ്റെ കയ്യിൻ്റെ ഇത്രയുണ്ട് ഈ ഒരു വഴുതനങ്ങ. നല്ല രസമുണ്ട് കാണാനല്ലേ. ഇങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇത് 2ാമത്തെ തൈയാണ് കേട്ടോ, വഴുതനങ്ങ തൈ. ഇത് കുഞ്ഞ് പിടിച്ചിട്ടുള്ളൂ. പക്ഷേ നിറയെ പൂവൊക്കെ ഉണ്ട്. ഇതിൽ നിറയെ പൂവ്, എല്ലാം കായൊക്കെ ഉണ്ട്. വെറും 2 കോല് പോലെ നിന്നതായിരുന്നു ഈ രണ്ട് തൈയും. പക്ഷേ അത് എന്താണെന്നറിയില്ല, നന്നായിട്ട് നോക്കിയത് കൊണ്ടാണ് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. വടിപോലെ നിന്നതല്ലേ, അതിനിങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഞാൻ വെറുതെ റിപ്പീറ്റ് പറയുന്നത് കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. പിന്നെ നമ്മൾ ഒന്നാമത്തെ ഈ പച്ചക്കറിയിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടിക്ക് നല്ല സൂര്യപ്രകാശം കിട്ടണം. ഞാൻ ആദ്യം മുറ്റത്തും വീടിൻ്റെ സൈഡുകളിലൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊന്നും പിടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. വെറുതെ ചെടി വളരുന്നില്ല, പോവില്ല. പൂവിട്ടതാണെങ്കിൽ അത് കായ്ക്കില്ല, എല്ലാം കൊഴിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ആയിട്ട് 2-3 വർഷം ഞാൻ ഇതിൻ്റെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും അത് കായ് കറക്റ്റായിട്ട് വരുന്നില്ല, ചെടിയൊക്കെ നശിച്ചു പോകുക. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ചെടി വെച്ചിട്ട് പിടിക്കാത്തത് കൊണ്ട് സങ്കടമായിരുന്നു. ഇപ്രാവശ്യമാണ് ഞാനത് വൃത്തിയായി ശ്രദ്ധിച്ചിട്ട് ഓരോരോ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് ചെയ്തപ്പോഴാണ് എനിക്കിതൊന്ന് കറക്റ്റായിട്ട് കായ്ഫലം കിട്ടിയത് കേട്ടോ. ഇനി ഞാൻ അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. എല്ലാ ചെടികളും അതേപോലെ തന്നെ നോക്കുക. എല്ലാ ചെടിയും നല്ല ആരോഗ്യമുള്ള ചെടികൾ കണ്ടില്ലേ, എല്ലാതും നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ചെടികൾ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചെടിയെല്ലാം കൂടെ കുറച്ചുകൂടെ വലുതാകാം. അപ്പോൾ വഴുതനങ്ങ തൈ തന്നെ അധികം വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു 10 ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ വഴുതനങ്ങ തൈ തന്നെ. അപ്പോൾ അതുകൂടെ വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.